അമൃത മിസ് ആണ്. അപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, എന്നാൽ അത്ര തന്നെ പവർഫുൾ ആണ്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാവുന്ന മാർക്കാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുന്ന മക്കളോട് മിസ്സിന് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങൾ, ഇനി മിസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്റെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. അതേപോലെ ആ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, കൃത്യമായിരിക്കും. അതായത് തെറ്റ് കൂടാതെ എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാമെന്നും എങ്ങനെ ഇതിൽ നിന്നുള്ള എല്ലാ മാർക്കും ഈസി ആയിട്ട് നേടാമെന്നുമാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ചാപ്റ്ററിൽ എന്റെ മക്കൾക്ക് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളേ ഉള്ളൂ. ബാർഗ്രാഫിനെ പറ്റിയും ഹിസ്റ്റോഗ്രാമിനെ പറ്റിയും ഫ്രീക്വൻസി പോളിഗണിനെ കുറിച്ചുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ബാർഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ വിഡ്ത്തുള്ള അല്ലെ, ഒരേപോലെ കാണാൻ ഒരേപോലെയുള്ള ബാറുകൾ യൂസ് ചെയ്ത് ഒരു ഡാറ്റയെ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ബാർ ഗ്രാഫിൽ എന്റെ മക്കൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാറുകളുടെ വിഡ്ത്ത് സെയിം ആയിരിക്കണം. വരയ്ക്കുന്ന ബാറുകളുടെ വിഡ്ത്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റ അനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ഓരോ ക്ലാസ്സിലെയും ഫോർ എക്സാമ്പിൾ ആണ്, ക്ലാസ്സിലെയും സീറ്റുകൾ കുട്ടികളുടെ എണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം അല്ലെ, വേണ്ട, പൊളിറ്റിക്കൽ പാർട്ടി തന്നെ ആയിക്കോട്ടെ. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും വിൻ ചെയ്ത സീറ്റുകളുടെ എണ്ണമാണ്. എ എന്ന് പറയുന്ന പാർട്ടി വിൻ ചെയ്തത് എത്രയാണ് കണ്ടോ, 75, 75. ബി എന്ന് പറയുന്ന പാർട്ടി 55. പെർട്ടിക്കുലർ വാല്യൂ ആണ്. ആ 55 അല്ലെങ്കിൽ 75 എന്ന് പറയുന്നതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബാറുകളുടെ നീളം കൂടിയും കുറഞ്ഞും ഇരിക്കാം. പക്ഷെ വിഡ്ത്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇതാണ് മക്കളെ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ബാർ ഗ്രാഫ് വരയ്ക്കാനും പറയും. ചിലപ്പോ ബാർ ഗ്രാഫ് തന്ന് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ അത് റീഡ് ചെയ്യാനുള്ള ചോദ്യങ്ങളും വരാം. ഓക്കെ, റൈറ്റ്. അടുത്ത എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാംസ് ആണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ബാർ ഗ്രാഫിന്റെ തന്നെ ഒരു കുടുംബക്കാരനാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, കുടുംബക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലോസ് ആയ കുടുംബക്കാരനാണ്. കാണാൻ ഏകദേശം ഇതേപോലെ ഇരിക്കും. അതായത് ഇങ്ങനെ ഒട്ടി ബാറുകളൊക്കെ ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് നമ്മളുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാം അല്ലെ. ബാർ ഗ്രാഫുകളെ ബാറുകളെ ചേർത്ത് വെക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി പറയുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെല്ലില്, ഇവിടെ നോക്കുക, ഇതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെല്ലിലെ ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എന്താണ് ഈ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്? നിങ്ങൾ ക്ലാസ്സിൽ മാത്സിന്റെ ഒക്കെ എക്സാം കഴിഞ്ഞാൽ ടീച്ചർ മാർക്ക് ചോദിക്കും അല്ലെ. എങ്ങനെയാ ചോദിക്കുക, 0 to 10 കിട്ടിയ എത്ര പേരുണ്ട്, 10 to 20 കിട്ടിയ എത്ര പേരുണ്ട്, 20 to 30 കിട്ടിയ എത്ര പേരുണ്ട്, 30 to 40 കിട്ടിയ എത്ര പേരുണ്ട്, ഇങ്ങനെയാണ് ചോദിക്കുക. ഇതിനെയാണ് കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഡാറ്റകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹിസ്റ്റോഗ്രാം ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അങ്ങനെ അല്ലെങ്കിലോ മിസ്സേ, നിങ്ങളല്ലേ അത് ചിന്തിക്കും, എനിക്കറിയാം. 0 to 10, 11 to 20, 21 to 30, 31 to 40, ഇങ്ങനെയാണ് ഡാറ്റ എങ്കിലോ മിസ്സേ എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ പ്രായം അതാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നോക്കിയേ, ഇവിടെ 10ൽ അവസാനിച്ചു, ഇവിടെ നിന്ന് 11ൽ തുടങ്ങി. കണ്ടിന്യൂസ് അല്ല, കാരണം ഒരാളുടെ കുറവുണ്ട്. ഇവിടെ 10 കഴിഞ്ഞ് ഇവിടെയും 10 ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. മിസ്സേ പിന്നെ എങ്ങനെയാ ഇതിനെ കണ്ടിന്യൂസ് ആക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള എത്രയാണോ വ്യത്യാസം അത് കണ്ടുപിടിക്കുക. ഇവർ തമ്മിൽ എത്രയാ ഡിഫറൻസ്, 11 - 10 എത്രയാ ഡിഫറൻസ്, 1. ആ 1ന്റെ പകുതി എത്രയാണ്, 1 divided by 2 എത്രയാ, 0.5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 0.5നെ ഇവിടെ നിന്ന് മൈനസ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് ലോവർ വാല്യൂയിൽ നിന്ന് മൈനസ് ചെയ്യുക, അപ്പർ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യുക. ഇതാണ് മക്കളെ ലോവർ വാല്യൂ, ഇതാണ് മക്കളെ അപ്പർ വാല്യൂ.
0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വാല്യൂ വരും. ഓക്കെ, അപ്പൊ നമുക്കത് തൽക്കാലം 0 അല്ലെങ്കിൽ -0.5 എന്ന് എഴുതാം. അവിടെ നിൽക്കട്ടെ. മറ്റേത് എന്ത് വരും? 10.5 എന്ന് വരും. അതേപോലെ ഇവിടെ നിന്ന് 0.5 കുറയ്ക്കുക, ഇവിടെ 0.5 കൂട്ടുക. അപ്പൊ എന്ത് വരും? 11ൽ നിന്ന് 0.5 പോയാൽ 10.5 ആകും. 20ന് കൂടെ 0.5 ആഡ് ചെയ്താൽ 20.5 ആകും. അടുത്തതോ 21ൽ നിന്നും 0.5 കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? എത്ര വരും? 20.5 വരും. 21 0.5 പോയാൽ 20 അല്ലേ? 20.5. 30യുടെ കൂടെ 0.5 ആഡ് ചെയ്താലോ 30.5 എന്ന് വരും. ഇപ്പൊ കണ്ടിന്യൂസ് അല്ലേ ഡാറ്റ? നോക്കിയേ, ഇവിടെ 10.5, ഇവിടെയും 10.5, ഇവിടെ 20.5, ഇവിടെ 20.5. ഇതാണ് ഹിസ്റ്റോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസ് ആക്കണം, വരയ്ക്കണം. ഇനി മൂന്നാമത്തെ ആള് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്ന ആള്. ഈ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോഗ്രാമിൽ നിന്നും ഉണ്ടായ ഒരാളാണ്. ഹിസ്റ്റോഗ്രാമിന്റെ അടുത്ത കുടുംബക്കാരനാണ്. അതായത് ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞ് അതിന്റെ മിഡ് പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ഹിസ്റ്റോഗ്രാമിന്റെ എല്ലാം മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ഫ്രീക്വൻസി പോളിഗൺ. ആ പേര് തന്നെ കിടപ്പുണ്ട്, പോളിഗൺ. ഇത് പോളിഗൺ ആക്കണമെങ്കിൽ ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് തെറ്റിപ്പോവുക. പോളിഗൺ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ക്ലാസ് ഇന്റർവെൽ എടുത്ത് അതിന്റെ മിഡ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ കണക്ട് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് ഇന്റർവെലിനെ തൊട്ട് മുന്നേയും തൊട്ട് ശേഷവും ഉള്ള ഒരു ക്ലാസ് ഇന്റർവെൽ നമ്മൾ എക്സ്ട്രാ എടുക്കണം. എന്നിട്ട് അതിന്റെ മിഡ് പോയിന്റിലേക്ക് ഇതിനെ ജോയിൻ ചെയ്താൽ മാത്രമേ ഇതൊരു ഫ്രീക്വൻസി പോളിഗൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ വെറും ഫ്രീക്വൻസി ലൈന് മാത്രമേ ആവുള്ളൂ. പോളിഗൺ ആക്കാൻ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു ക്ലാസ് ഇന്റർവെൽ മുമ്പിലും ബാക്കിലും നമ്മൾ എടുത്ത് അതിന്റെ മിഡ് പോയിന്റിലേക്ക് ഈ ലൈന് ജോയിൻ ചെയ്യണം. ഇനി ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. എന്താ ചെയ്യേണ്ടത്? ഇപ്പം 11 to 20 ആണെന്ന് വിചാരിക്കാം. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്, ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 11 ആണ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അതായത് 20 ഇപ്പോൾ 30 അല്ലെ, 31/2 എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടത് എക്സാമ്പിൾ പറഞ്ഞതാണേ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അപ്പം ഒരു ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോഴും നിങ്ങൾ ഡാറ്റ കണ്ടിന്യൂസ് ആണോ നോക്കണം, ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ആയിട്ട് പറയാം. നമുക്ക് എന്ത് ചെയ്യാം? അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ ആയിട്ട് വരാം. അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വിടാതെ പഠിക്കുക. ഉറപ്പിക്കാവുന്ന മാർക്കാണ്. അടിപൊളിയായിട്ടിരിക്കുക. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.